ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ നടത്തറ റൂട്ടിലാണ്. അതായത് ആ നടത്തറ സിഗ്നലിൻ്റെ അവിടുന്ന് വെറും 2.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. 4,250 സെൻറ്റ് സ്ഥലത്ത് 1,800 സ്ക്വയർ ഫീറ്റിലെ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. ഒരു ബോക്സ് ടൈപ്പിലാണ് ഈ വീട് ഇവിടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ധാരാളം ടച്ച് വർക്കുകളും കളർ പെയിൻറ്റിങ്ങും വാം ലൈറ്റുകളും നല്ലൊരു അടിപൊളി വീട് തന്നെയാണ്. അതുപോലെ വർക്ക് ഫിനിഷിങ് നടന്നുകൊണ്ടിരിക്കുന്ന 1-2 വീടുകളോ മാത്രമാണ് ഈ വീട്ടിലുള്ളത്. ബാക്കി എല്ലാ വീടുകളും ഓൾറെഡി ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി വില്ല തന്നെയാണ്. നല്ലൊരു വീതി കൂടിയ ടാറിങ്ങിനോട് തന്നെയാണ് മുൻവശത്ത്. 5 മീറ്ററോളം വീതി കൂടിയ ടാറിങ്ങിനോട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി ഇനി ഇതിൽ 2 വീടുകൾ മാത്രമാണ് ഓൾറെഡി ഇനി സെയിൽ ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ വീടുകളിലും ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണിത്. വീടിൻ്റെ മുൻവശത്ത് നമുക്ക് കാണാം നല്ലൊരു വീതി കൂടിയ ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ടൈപ്പ്. വലിയൊരു വാഹനമൊക്കെ നമുക്ക് വീടിൻ്റെ മുൻവശത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഗേറ്റിലൊക്കെ പെയിൻറ്റിങ് വർക്ക് കുറച്ച് വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുപോലെ ഈ കാണുന്ന പൊഴിയിലൊക്കെ ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വയ്ക്കും. അതുപോലെ കുറച്ച് വൈറ്റ് ആൻഡ് ആഷ് കളർ പെയിൻറ്റും ചെയ്ത് ഫിനിഷിങ് ചെയ്യുന്ന പണി മാത്രമാണ് ഇവിടെ ബാക്കിയായിട്ടുള്ളത്. ബാക്കി എല്ലാ വർക്കുകളും ഓൾറെഡി സെറ്റായിട്ടുണ്ട്. ടെക്സ്ചർ വർക്കാണ് നല്ല. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കളറുകൾ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ടെക്സ്ചർ വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ല രസത്തിലുള്ള കളർ പെയിൻറ്റിങ്ങും വാം ലൈറ്റുകളൊക്കെ ധാരാളം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ഇവിടെ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ വെള്ളത്തിനായിട്ടുള്ള ഓപ്പൺ കിണറാണ്. അതുപോലെ ഈ ഏരിയയിൽ എല്ലാ വീടുകളിലും കിണർ തന്നെയാണ്. ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ. അത്ര വലിയ വേനൽക്കാലം വന്നാൽ വെള്ളം വറ്റൂല, അതുപോലെ അത്ര വലിയ പ്രളയം വന്നാൽ വെള്ളം വറ്റൂല. അങ്ങനത്തെ നല്ലൊരു അടിപൊളി ഏരിയ തന്നെയാണിത്. ടെക്സ്റ്റ് വർക്കുകൾ ധാരാളം തന്നെ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷനിൽ തന്നെ ബസ് റൂട്ട് തൊട്ട് അടുത്ത് തന്നെയാണ്. ഒരു 100 മീറ്റർ അടുത്തായിട്ട് തന്നെ ബസ് റൂട്ട് ഉണ്ട്. ഓൾറെഡി ധാരാളം ബസ്സുകൾ പോകുന്ന ഒരു ഏരിയ തന്നെയാണ്. നല്ലൊരു വീതി കൂടിയ ഓപ്പൺ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വടക്കോട്ട് കയറാവുന്ന രീതിയിൽ. ഡബിൾ പാളി ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തേക്ക് വുഡിലാണ് ഈ ഡോറ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. കയറി വരുന്നൊരു ലിവിംഗ് ഹാളാണിത്. അതായത് നമുക്ക് കാണാം ഒരു മാർബിൾ ഡിസൈനുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 2-4 വീതി കൂടിയ ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫുൾ ലെങ്ത്തിൽ ഒരു ഹോൾ സീലിംഗ് വർക്ക്, നല്ല കളർ പെയിൻറ്റിങ്ങോട് കൂടിയും വാം ലൈറ്റോട് കൂടിയും, അതുപോലെ ഒരു LED ഫാനാണ് കാണാം നമുക്ക്. റിമോട്ട് കൺട്രോൾ ഫാനോട് കൂടിയൊക്കെയാണ് ലിവിംഗ് ഹാള് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ധാരാളം ടെക്സ്റ്റ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു അടിപൊളി TV യൂണിറ്റ് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഹാളിൻ്റെ നല്ല കളർ ടെക്സ്റ്റ് വർക്കൊക്കെ ധാരാളം ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. LED ബൾബൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം. നമ്മൾ ഈ ഒരു സൈഡിലും അതായത് ഫുൾ ലെങ്ത്തിൽ തന്നെ ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ബെഡ്റൂം ലിവിംഗ് ഹാളിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ്, ഒരു മാർബിൾ ഡിസൈനിലെ ടൈൽ തന്നെയാണ്. അത് ആ വീതി കൂടിയ ടൈൽ തന്നെയാണ് അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മുകൾ വശത്തും ഹോൾ സീലിംഗ് വർക്ക് വെറൈറ്റി മോഡൽ തന്നെ ചെയ്തിട്ടുണ്ട്. LED ബൾബൊക്കെ വെച്ചിട്ട് സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു UV ഷീറ്റിൽ നമുക്ക് കാണാം വാൾ ഡ്രോപ്സ് കൊടുത്തോളും. ഡ്രസ് യൂണിറ്റൊക്കെ ആയിട്ട് ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയയും ഡ്രസ് യൂണിറ്റൊക്കെ കാണാം നമുക്ക് ഒരു സൈഡായിട്ട്. അതുപോലെ ഇപ്പുറത്തെ ഉള്ളിലേക്ക് ആയിട്ട് ക്ലോസറ്റും ഒക്കെ സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലതരം കമ്പിയുടെ മെറ്റീരിയലാണ്. അതായത് ഗ്യാരണ്ടിയോട് കൂടിയ മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ലിവിംഗ് ഹാളിൽ നിന്ന് നമുക്ക് കാണാം ഒരു ആർച്ചോട് കൂടിയിട്ട് ഒരു LED ബൾബൊക്കെ വെച്ചിട്ട് ഒരു ആർച്ചോട് കൂടിയിട്ടാണ് നമ്മൾ ലിവിംഗ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെയും അതേ മാച്ചിങ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഡൈനിങ് ഹാളിലും ധാരാളം വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണാം മുകൾ വശത്ത് കാണാം ഇതേപോലെ തന്നെ റിമോട്ട് കൺട്രോൾ ഫാനാണ്. മുകളിൽ ധാരാളം ഹോൾ സീലിംഗ് വർക്ക് LED ബൾബൊക്കെ വെച്ചിട്ട് ഇവിടെയും ഡൈനിങ് ഹാളും അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്നാണ്
രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഇവിടെയും അതേ മാച്ചിങ് തന്നെയാണ് ടൈല് കൊണ്ടുവന്നിട്ടുള്ളത്. വീതി കൂടിയ ടൈല് തന്നെയാണ്. ഇനി അപ്പോക്സി മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ ബെഡ്റൂമിലും വ്യത്യസ്തതരമായ ഹോൾ സീലിംഗ് വർക്കാണ് കളർ പെയിൻറ്റിങ്ങും വാംലൈറ്റൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ വാൾട്ടയിലൊക്കെ മറ്റേ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളിലും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ചെയ്തത്. ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സോളാറിൻ്റെ വേണമെങ്കിൽ നമുക്ക് മുകളിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നുള്ളൂ. വാൾ ടോപ്സും അതേ ഹോൾ സീലിങ്ങിൻ്റെ കളറിനോടുകൂടി ചെയ്താണ് കണ്ട, അതേ മാച്ചില്ല. അതെല്ലാ ബെഡ്റൂമിലും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഡ്രസ് യൂണിറ്റോട് കൂടി തന്നെയാണ് ഇവിടെയും വാൾ ടോപ്സ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നൊരു ഭാഗമാണ്. അതേ മാച്ചിങ് തന്നെയാണ് കിച്ചണിലും ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത്. വീതി കൂടിയ ടൈൽ തന്നെയാണ്. ധാരാളം കബോർഡ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. മറ്റേ മുകളിലായിട്ട് ഗ്രാനൈറ്റ്, വീതി കൂടി ഗ്രാനൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ ടൈല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ജിമ്മിനെയും അതുപോലെ സെറ്റാണ്. ഹോപ്പൊക്കെ ചിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഹോൾ സീലിംഗ് വർക്ക് LED ബൾബ് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ വശത്തും ധാരാളം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കൺസീൽഡായിട്ട് തുറക്കാവുന്ന രീതിയിലാണ്. ഇപ്പോൾ ഹാൻഡിൽ ഒന്നുമില്ല, ഹാൻഡ് ടൈപ്പൊക്കെ പോയി. ഇപ്പോൾ കൺസീൽഡായിട്ട് നമുക്ക് തുറക്കാവുന്ന രീതിയിലുള്ള വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ഫുൾ ലെങ്ത് കബോർഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്, ഗ്ലാസ് ഡോറോട് കൂടി. ഈ സൈഡിലൊക്കെ വാൾട്ടയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്ന ഭാഗം. ഇവിടെയും അതേ ഒരു യൂണിഫോം പോലെ തന്നെയാണ് ടൈൽ കൊടുത്തിരിക്കുന്നത്, ഫ്ലോർ ടൈൽ. ഒരു വാഷ് ഏരിയയായിട്ട് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ ഒരു വാഷ് ഏരിയ, പുറത്തേക്ക് പ്രൊജക്ഷൻ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സേഫ്റ്റി ഡോറ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് കിടക്കുന്നൊരു ഭാഗം അത്. ഈ ഭാഗത്തൊക്കെ ടൈല് വിരിക്കണമെങ്കിൽ നമുക്ക് വിരിക്കാവുന്നുള്ളൂ. അല്ലാതെ ബേബി മെറ്റലാണ് വേണ്ടതെങ്കിൽ നമുക്ക് അത് ചെയ്യാം. ഫൈനൽ പെയിൻറ്റിംഗ് ഒക്കെ വർക്ക് ഫിനിഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 4,250 സെൻറ്റ് സ്ഥലത്ത് 1,800 സ്ക്വയർ ഫീറ്റിലെ 4 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 65 ലക്ഷം രൂപയാണ്. വില നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 8.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. അതുപോലെ ആ നടത്തറ സിഗ്നലിലെ NH-ൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ ദൂരം. അതുപോലെ ആ ബസ് റൂട്ട് നമുക്ക് ഒരു 100 മീറ്റർ അത്ര എടുത്താൽ. 1,800 സ്ക്വയർ ഫീറ്റുള്ള ഈ പുതിയ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 65 ലക്ഷം രൂപയാണ്. മുകളിലേക്കുള്ള ഭാഗമാണ് LED സ്ട്രിപ്പ്. ഈ സൈഡിൽ ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാം. മുകൾ വശത്തെ ഹാളാണ്, വീതി കൂടിയ ഒരു ഹാളെന്ന് പറയാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാള്. ഇവിടെയും നല്ല കളർഫുള്ളാണ് ഹോൾ സീലിംഗ് വർക്ക്. LED ഇതേപോലെ തന്നെയാണ് എല്ലായിടത്തും. LED ഇപ്പോഴത്തെ ട്രെൻഡ് ഫാൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, റിമോട്ട് കൺട്രോൾ ഫാൻ. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് തേക്കാനും അയൺ ചെയ്യാനൊക്കെയുള്ള ഒരു കബോർഡ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂം മുകൾ വശത്തെ വീതി കൂടി ടൈൽ തന്നെയാണ് മൊത്തത്തിൽ എല്ലാ ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോക്സിയോട് കൂടി തന്നെ ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ വിൻഡോസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാൾ ടോപ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു UV ഷീറ്റിൽ ഡ്രസ് യൂണിറ്റോട് കൂടിയിട്ട് അതേ മാച്ചിങ്ങിൽ തന്നെ ഹോൾ സീലിംഗ് വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, LED ബൾബൊക്കെ വെച്ചിട്ട്. ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. നല്ല വീതി കൂടിയ ഒരു ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ എല്ലാ ബാത്റൂമിലും സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. ഇത് നമ്മുടെ മുകളിൽ വെച്ച് 4ാമത്തെ ബെഡ്റൂം. ഇവിടെയും ഹോൾ സീലിംഗ് നല്ല കളർഫുള്ളായി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേ മാച്ചിങ് തന്നെയാണ് ഇവിടെ മറ്റേ വാൾ ടോപ്സും കൊടുത്തിരിക്കുന്നത്. ഇവിടെ മറ്റേ ഡ്രസ് യൂണിറ്റോട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, മിററൊക്കെ വെച്ചിട്ട്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ്. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. അതുപോലെ 30 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെ വിലയുള്ള വീടുകൾ, പുതിയ വീടുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓപ്പൺ ബാൽക്കണിയാണ് മുകൾ വശത്തെ.
4-5 പേർക്കൊക്കെ ഈസി ആയിട്ട് ചാരിട്ടിരിക്കാനുള്ള സ്പേസ് മുകൾ വശത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണാം മുകൾ വശത്തുള്ള വീടിൻ്റെയുള്ള വ്യൂസാണ് കാണുന്നത്. ധാരാളം വീടുകളുള്ള ഒരു നല്ലൊരു ഏരിയ തന്നെയാണിത്. 4,250 സെൻറ്റ് സ്ഥലത്ത് 1,800 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള ഈ വീടിന് 65 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ബാക്ക് ടു ഓപ്പണേഴ്സാണ്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റൊക്കെ ഇവിടെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. അടുത്തൊരു വീടിൻ്റെ വീഡിയോസ് വരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.